ഇവിടെ ഈ സ്വപ്നം ഇവിടെ നമുക്കറിയാം നെബൂഖദ്നേസർ കണ്ടിട്ട് എന്താണ് 12 മാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ 12 മാസത്തിനോടകം എന്താണ് ദൈവം വിചാരിച്ചു കാണും, യവനെ ഞാൻ പിടിച്ചു കുലിക്കൊരു സ്വപ്നമാണ്, യവനെ ഞാൻ കാണിച്ചതെല്ലാം, യവനൊരു റിപ്പൻറ്റൻസ് ഉണ്ടാകും, യവനൊരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ആര് വിചാരിച്ചു കാണും? ദൈവം വിചാരിച്ചു. ഈ 12 മാസം എന്തുവാണ്? യവൻ അനങ്ങിയില്ല, ഒരു അനുതാപം ഉണ്ടായില്ല, ഒരു ഏറ്റുപറച്ചിലും ഉണ്ടായില്ല, മുന്നോട്ട് പോയി. പിന്നീട് അവൻ പറയുന്നത്, ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതായ മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുവാണ്? ദൈവത്തിൻ്റെ ദൂതനത് കേട്ടു. ഹല്ലേലൂയ. അവിടുന്നാണ് പിന്നീട് എന്തുവാണ് അവന് വലിയ ന്യായവിധി ഉണ്ടാകുന്നത്. അവനെ രാജകൊട്ടാരത്തിൽ എന്തുവാണ് പുറത്താക്കി. ഹല്ലേലൂയ. കാളയെപ്പോലെ പുല്ല് തിന്നുന്നതായ ഒരനുഭവത്തിൽ അവനെ ആയിത്തീരുന്നിടയായി ദൈവത്തിൻ്റെ ന്യായവിധി എന്തുവാണ് അവനിലേക്ക് കടന്നു വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരവസരം എന്തുവാണ് ദൈവം കൊടുത്തൊരു തായ്വര അവിടെ ഇട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവനൊരു അനുതാപം ഉണ്ടായാൽ എന്തുവാണ് ഇവനൊരു മടങ്ങി വരെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും കൊടുത്തത്. എന്നാൽ അവനൊരു മാനസാന്തരം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പ്രിയമുള്ളവരെ, 12 മാസം കഴിഞ്ഞിട്ട് എന്തുവാണ് അപ്പോഴും എന്തുവാണ് ഒരു മാനസാന്തരം അവൻ ഉണ്ടായില്ല. എന്നാൽ പിന്നീട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അവന് 7 വർഷക്കാലം കാളയുടെ പുല്ലക്കത്തിൻ്റെ അങ്ങനെ ഹല്ലേലൂയ അവൻ്റെ നഖമൊക്കെ വളർന്ന് ഇവനൊരു മൃഗത്തെ പോലെ ജീവിച്ചെല്ലാം കഴിഞ്ഞപ്പെടുന്നതുമാണ്. കുറച്ച് കഴിഞ്ഞപ്പെടുന്നതുമാണ് ഇവനൊരു അനുതാപമൊക്കെ ഉണ്ടായി മടങ്ങി വരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് ഒരു 2ാം അവസരം തരുന്ന കർത്താവാണ്. 2ാം അവസരം കർത്താവ് തന്നിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ ഇപ്പോഴും റിപ്പന്റ് ചെയ്യാതെ മാസങ്ങൾ വർഷങ്ങൾ കടന്നുപോയതായ അനുഭവം എൻ്റെ നിൻ്റെ ജീവിതത്തിലല്ലേ?